ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും. എവിടെ എല്ലാവർക്കും സുഖമല്ലേ? മാഷാഅല്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ പതിവ് പോലെ ഒരു സമയം ഒരു 6:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട്. എന്നത്തെ പോലെ തന്നെ നല്ല മഴ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നും. പിന്നെ നമ്മൾ എന്നും അടുക്കളയിൽ രാവിലെ വന്ന് കയറിയുള്ള പരിപാടി എന്താ? ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കുക. പതിവ് പോലെ ഇന്നും അതന്നെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളത്തെ ജനാലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പോസിറ്റീവ് വൈബാണല്ലോ, ഒരു ഫീലിംഗ് ആണ്. നമുക്ക് ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടാലാണ് ഒരു അടുക്കളത്തെ പണിക്കൊരു റാഹത്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ പഴം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് അതൊന്ന് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് മദ്രസക്ക് പോണ ആ ഒരു ടൈമിൽ. പിന്നെ ആണെങ്കിൽ തലേന്ന് മോന് ചോറൊക്കെ കഴിക്കാണ്ട് കിടന്നതുമാണ് കേട്ടോ. അപ്പോൾ വിശപ്പും കാര്യം ഉണ്ടാവും. രാവിലെ ചായയും കടിയും കൊടുത്താൽ അത്ര കണ്ട് തിന്നാൽ പോകൂല. അപ്പോൾ ഏതായാലും പഴമുണ്ട്, അത് പുഴുങ്ങിയാൽ ഇഷ്ടപ്പെടൂല കേട്ടോ. അപ്പം ഞാനൊന്ന് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് എണ്ണയിലൊന്ന് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു, വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. നെയ്യില്ല കേട്ടോ കയ്യിൽ. അപ്പോൾ ഞാനിതങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര പാത്രത്തിൽ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ പാത്രമൊക്കെ തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റാണ്. പിന്നെ ഇതാ കൊടുന്നതുണ്ട് ഇവിടെ കവറിൽ. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് കഴുകി എടുത്തിട്ട് വേണം. പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പഞ്ചസാര ഇട്ടിന് ഞാൻ സിങ്കക്ക് കഴുകാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഏതായാലും ഒന്ന് കഴുകി വെച്ചതുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തുകയാണ് കേട്ടോ പഞ്ചസാര. അപ്പോൾ അത് പറഞ്ഞാൽ എപ്പോഴും കഴുകി കൊടുക്കണം, എന്നാലാണ് ഒരു വൃത്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു നനഞ്ഞ്, ഇപ്പോൾ ഈ മഴക്കാലം കൂടി ആകുമ്പോഴൊരു നനഞ്ഞു കൂടെ ഇക്കാരം, ഉപ്പാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ പഴമൊക്കെ വാട്ടി റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പാൽച്ചായ ഉണ്ട് റെഡിയാക്കി എടുക്കുന്നത്. പാൽച്ചായ നമ്മൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലും ഉണ്ടാക്കി എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ കാൽച്ചായക്ക് പാൽച്ചായയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ മക്കൾക്ക് രണ്ടാൾക്കുള്ള പഴം വാട്ടിയതൊക്കെ ഇവിടെ ടേബിൾ മേൽ എടുത്ത് വെച്ചിട്ട് മക്കളുടെ ചായ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും മക്കളവിടെ മാറ്റാനും ഒക്കെ റെഡി ആയിട്ട് എടുക്കണേ. ഞാനിങ്ങനെ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, റെഡി ആയിക്കൂടിയും സമയമായി തുടങ്ങി എന്നൊക്കെ. പിന്നെ രാവിലെ എണീറ്റ പാടാകുമ്പോൾ ഒരു മടിയും കാര്യം, മഴയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലേ, ആ ഒരു മടിയും കാര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതായാലും ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതൊക്കെ ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. നല്ല മഴയാണല്ലോ, എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നായി കയറിയ അടയാളം കാര്യങ്ങളൊന്നും കാണില്ല, മഴയുടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും മോന് മാറ്റിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്പ്രേ അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സ്പ്രേൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പേരിപ്പോൾ ഞാൻ മറന്നു. അങ്ങനെ ഏതായാലും രണ്ടാളും ചായയൊക്കെ കുടിച്ച് ഇതൊക്കെയാണ് മദ്രസക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയ ആ ഒരു ടൈമിൽ മഴയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ മദ്രസക്ക് ഇറങ്ങണതിന് മുന്നേ കാക്ക അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ചിക്കനും കൊണ്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ചിക്കന് വെച്ചിട്ട് തേങ്ങ വറുത്തരച്ച് കണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തലേന്ന് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി പത്തിരി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ആ പണിയൊക്കെ നോക്കട്ടെ. അപ്പോൾ കാക്കാക്ക് കാൽച്ചായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പഴം വാട്ടിയതും പിന്നെ ചായ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്ന പാടുള്ള വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ പറ്റൂല വീഡിയോ എടുക്കണോ തോന്നുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളിതാ പൊടിയൊക്കെ വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പാത്രങ്ങളൊക്കെ പരമാവധി കുറക്കാനുള്ള പരിപാടി നോക്കണ്ടേ. പൊതുവേ ഇങ്ങനെ തന്നെ കേട്ടോ കുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പാത്രവും കാര്യങ്ങളൊന്നും എടുക്കലില്ല. എത്രയും പാത്രം ചുരുക്കാൻ പറ്റുമോ അത്രയും പാത്രം ചുരുക്കാനായിട്ട് നോക്കല്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പൊടി വാട്ടണ സാധാരണ ചെമ്പട്ടി ഇതല്ല കേട്ടോ. ആ ഒരു ചെമ്പട്ടിയിൽ ഇപ്പോൾ ചോറായതുകൊണ്ട് അവിടെ ഇരിക്കണുണ്ട്, ആ ചോറായതുകൊണ്ടാണ് നമ്മൾ വലിയ ചെമ്പട്ടിയിൽ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ തളി കിടക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ റാക്കുമിലിട്ട് കുഴക്കാൻ അത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറെ പാത്രം എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ചെമ്പട്ടിയിൽ വാട്ടി ആ ഒരു പാത്രത്തിൽ തന്നെ കുഴച്ചെടുക്കലാണ്. എത്ര റിസ്ക് ആണെങ്കിലും അതിലിട്ടിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുക. പിന്നെ ഒരുപാടൊന്നും കുഴച്ചെടുക്കാറില്ല, നമ്മൾ 4-5 പേർക്കുള്ള പൊടി വാട്ടിയതല്ലേ. അപ്പോൾ അങ്ങനെയുണ്ട് ചെയ്യൽ. അങ്ങനെ പൊടിയൊക്കെ കുഴച്ച് ഉരുളാക്കി വെച്ചതിന് ശേഷം ഞാനിതാ ചിക്കൻ കറി ഒന്ന് റെഡിയാക്കിക്കാണ്ട് ഗ്യാസ്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവരെയായിട്ടുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. നമ്മൾ കാൽച്ചായ കുടിച്ച പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നാണ്ട് കഴുകി എടുക്കുകയാണ്. അപ്പോൾ കറി എൻ്റെ അടുപ്പത്തേക്കാണ്ട് വെച്ചാൽ നമുക്ക് പത്തിരി ഞാൻ അങ്ങനെ റെഡിയാക്കി എടുക്കല്. ഏതായാലും ഉരുളൊട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അമർത്തുക, പ്രസ് ചെയ്യുക,
ചുട്ടെടുക്കുക. ഇതാണ് പരിപാടി. നമുക്ക് പരത്തേണ്ട പരിപാടി നമ്മൾ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഏതായാലും പാത്രമൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗിൽസ് ഇന്ന് തുറന്നിട്ടില്ലായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ തുറന്നിട്ടുണ്ട്. പിന്നെ തലേന്ന് കഴുകിച്ച പാത്രവും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കറി അവിടെ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ പത്തിരി ഉരുള ഇട്ടുക, അമർത്തുക, ചുട്ടെടുക്കുക. ഇതാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇങ്ങനെ പത്തിരി ചുട്ടെടുക്കുമ്പോൾ എളുപ്പമാണ്. മറ്റേത് പത്തിരി ചുടാൻ വേണ്ടി ഒന്നിൽ പൊടി വാട്ടുക, ഒന്ന് തളികെടുത്തുക്കാണ്ട് അതിൽ വാട്ടുക, പിന്നെ അങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു പരത്തലെല്ലാം കൂടി ആക്കുമ്പോൾ കുറേ പണിയായിട്ടാണ് തോന്നൽ. ഞാൻ പരമാവധി പാത്രവും കാര്യങ്ങളും ചുരുക്കാൻ നോക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് യൂസ്ഫുള്ളാവും നമ്മളെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടും സ്പെഷ്യൽ പാത്രങ്ങളൊന്നും ഇറക്കണ പരിപാടിയൊന്നുമില്ല. നമ്മളെ കയ്യിലുള്ള പാത്രം വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യൽ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ പത്തിരി അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ചുട്ടപ്പോൾ പത്തിരി പൊങ്ങി വന്നില്ല കേട്ടോ. ചൂടാവണിൻ്റെ മുന്നേ തന്നെ പത്തിരി ഇട്ടുപോയി. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ പത്തിരിയൊക്കെ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. കറി ഇതൊക്കെയാണ് ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് കറിവേപ്പില നോക്കുമ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ചട്ടിയിലല്ല, എന്താണ് അതിൻ്റെ പേര് കിട്ടുന്നില്ല കേട്ടോ. ഒരു ചെടീൻ്റെ പേര് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാണ്ടാറില്ല. ആ ഒരു ബക്കറ്റിൽ പിന്നെ കറിവേപ്പിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് തൈയാണ് കേട്ടോ. അപ്പോൾ അതിമൊന്ന് 2-3 കറിവേപ്പിനില നുള്ളിക്കാണ്ട് എടുത്തിട്ടുണ്ട്. അതില്ലാതെ ഇപ്പോൾ വറുത്താൽ ഇപ്പോൾ തേങ്ങ ശരിയാവില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന തേങ്ങയൊക്കെ ഇതാ നമ്മൾ പിന്നെ മിക്സീൻ്റെ ഇതിൽ ജാറിലിട്ട് കാണുന്ന പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നിൽക്കണ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ ഞാൻ ഇതിടും ഏലക്കായും അതുപോലെ ഗ്രാമ്പൂ പട്ടക്കണങ്ങ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വറുത്തെടുക്കല്ലേ. അങ്ങനെ അത് തേങ്ങയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കേണ്ട. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണേണ്ടി കൂടി വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മാറിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കി കേട്ടോ. നിങ്ങളുടെ എന്തായാലും അഭിപ്രായം ഒന്ന് കമൻറ്റ് ആക്കാനും കൂടി മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. അങ്ങനെ എന്താ പിന്നെ പത്തിരിയൊക്കെ തന്നെ ഞാൻ കാസറോൾ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തോട് കൂടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾ മദ്രസ ഇട്ട് വന്നതിന് ശേഷമാണ് എല്ലാവരും കൂടി ചാടിക്കാൻ വേണ്ടി ഇരിക്കുള്ളൂ. അപ്പോൾ ചൂടാറുണ്ടല്ലോ വിചാരിച്ചിട്ട് ഇത് കാസറോൾക്ക് ഉണ്ട് ആ ഒരു പാത്രത്തോട് കൂടി തന്നെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് സെക്ഷൻ ആണല്ലേ. ഏറ്റവും നല്ലത് അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ നല്ലത്. അല്ലഞ്ഞാൽ ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കലും കാര്യങ്ങളൊക്കെ അയക്കാരം. അങ്ങനെ ഏതായാലും മക്കളൊക്കെ അപ്പോൾ ഇതാ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളില്ലായിരുന്നു കേട്ടോ, സോറി, മദ്രസ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളില്ലാത്തൊരു ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പാത്രം കൈകളും കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ് ഇതാ തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ തുടച്ചെടുത്താൽ നമുക്ക് സമാധാനത്തോടു കൂടി കുക്ക് ചെയ്യാമല്ലോ. മറ്റേത് ഒക്കെ ഒരു വൃത്തിയാക്കി ഒതുക്കി പെറുക്കാതെ നമ്മൾ പിന്നെ ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരെല്ലാം കൂടി ഒരു ഹറിബറി ഇക്കാരം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടാ ചെയ്യാൻ നോക്കാറുള്ളത്. അങ്ങനെ ഏതാണ്ട് കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മക്കളൊക്കെ മദ്രസ ഇട്ടാന്നില്ല. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചാടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ് തുടങ്ങാൻ വേണ്ടി കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്ക വന്ന പാടായതുകൊണ്ട് നമ്മൾ പിന്നെ വർത്താനത്തിന് ഇതിനൊന്നും നിന്നിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിൻ്റെ ശേഷം ഇതൊക്കെ നമ്മൾ ഇനി വേഗം ക്ലീനിങ് പരിപാടി തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അകൊക്കെ ഒന്ന് ഇതാ തട്ടിക്കുട്ടി ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് പിന്നെ ഓട്ടപ്പാച്ചിലൊന്നും മറ്റേത് സ്കൂളിലാകുമ്പോൾ എല്ലാം കൂടി ഇവിടെ പരന്ന് കിടക്കും കേട്ടോ. ഓരോ ബുക്ക് അങ്ങോട്ട് വെച്ചത് മദ്രസ വിട്ടുന്നത് ഇങ്ങോട്ട് വെച്ചതെല്ലാം കൂടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നേരപ്പൊക്കെ അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ അടുക്കള ക്ലീനിങ്ങും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ പേരക്ക ചെത്തുകയാണ് കേട്ടോ. അത് സംഭവം ആദ്യമായിട്ട് നമ്മളെ പേരക്ക മരത്തുമ്മൽ ഉണ്ടായതാണ് കേട്ടോ. പേരക്ക കുഞ്ഞ് പേരക്കയാണ്, നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3-4 അതിമെന്ന് കിട്ടിയിട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ ക്ലീനിങ്ങും അടുക്കള ക്ലീനിങ്ങും അകത്തത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഉച്ചക്കത്തേക്കുള്ളത് റെഡിയാക്കാൻ വേണ്ടി ഇതാ അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളത്. എന്നാൽ പിന്നെ സമാധാനത്തോടു കൂടി നമുക്ക് റെഡിയാക്കല്ലോ. മറ്റത് അകത്തെ കാര്യങ്ങൾ മുഴുവനാക്കാതെ നമ്മൾ കുക്കിങ്ങിന് എന്നാലൊരു സമാധാനം ഉണ്ടല്ലോ. കുക്കിങ് സമാധാനത്തിൽ ചെയ്യാൻ പറ്റൂല, എന്നാലും അകത്തെ ക്ലീനിങ്ങോ കാര്യങ്ങളോ അതൊക്കെ നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഒതുക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ അടുക്കള പണിക്ക് നിൽക്കുമ്പോൾ ഒരു സമാധാനത്തോടു കൂടി നമുക്ക് കുക്ക് ചെയ്യാനും
വേണ്ടി പറ്റും. അങ്ങനത്തെ ചോറ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതാക്കണ അതിൻ്റെ ഇടയിൽ പച്ചക്കറിയും സംഭവങ്ങളൊക്കെ തലേന്ന് കൊടുന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് നമുക്ക് ഇതൊന്നും കട്ടാക്കി റെഡിയാക്കി എടുക്കാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഇതൊക്കെ കൊടുന്ന പച്ചക്കറിയൊക്കെ ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും പയറും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും മുഴുവനായിട്ടൊന്ന് കട്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഉമ്മ അവിടെ വെളുത്തുള്ളി തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ തോട്ടത്തിലൊക്കെ നടന്ന് ആകെ കുഴങ്ങിക്കാണ്ട് വന്നിരിക്കണ ഇരിപ്പാണ്. അപ്പോൾ ഏതായാലും ഞാൻ വെളുത്തുള്ളി തൊലിച്ചപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഇരിക്കല്ല, കാറ്റുകൊണ്ട് ഇരിക്കല്ല, ഞാൻ തൊലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഉമ്മ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി തരുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ പയറും ക്യാരറ്റും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാനുള്ള പയറും ക്യാരറ്റും എടുത്തില്ല. പക്ഷേ ബാക്കിയുള്ളത് ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതാ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടാക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയും കാര്യങ്ങളും എളുപ്പത്തിൽ എന്താ പറയുക, ഒന്നും ഒരു വൃത്തികേടാവില്ല കേട്ടോ. അടുക്കള വൃത്തികേടാവില്ല, നമുക്ക് എടുക്കണ പണി എളുപ്പത്തിൽ എടുത്ത് തീർക്കാനും പറ്റും. ഒന്നെങ്കിൽ ഇതേപോലെ ഞാൻ അധികം തലേന്ന് രാത്രി ചെയ്ത് വെക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമല്ലോ, ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും ഒക്കെ ഒന്ന് കട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ഉള്ള സുഖമായിട്ട് പണിയും കാര്യങ്ങളൊക്കെ തീർക്കാമല്ലോ. അങ്ങനെ എടുക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ ഉപ്പേരി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളിന്ന് മൺചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഓരോ ആഗ്രഹങ്ങൾ, നമ്മൾ സ്ഥിരം മൺചട്ടിയിലൊന്നും വെക്കലില്ല കേട്ടോ, അല്ലേ പാത്രം ഉപയോഗിക്കും. അപ്പോൾ അതേതായാലും ഇന്ന് ഏതായാലും ഒരു പൂതി അതിൽ വെക്കാൻ. അപ്പോൾ ഏതായാലും ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെണ്ടക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ വെണ്ടക്ക തേങ്ങ അരച്ചുകൊണ്ട് കറിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള മുളും മഞ്ഞളും മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിക്കാനും വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പയറുപ്പേരിക്കുള്ളതൊക്കെ അവിടെ ചട്ടിയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ തളിച്ച് വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറും ക്യാരറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നത്. ഇന്ന് നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് മുറ്റടിച്ച് കഴിഞ്ഞ പരിപാടിയും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെ മോൾക്ക് ഇവിടെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മുറ്റത്ത് കുറേ ജാതിക്ക വീണിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളോട് ഉമ്മ ജാതിക്ക പെറുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റടിച്ച് കഴിഞ്ഞാൽ നീങ്ങൂല, അപ്പോൾ ഈ ജാതിക്ക പെറുക്കിക്കാനിട്ടല്ല ആകെ വൃത്തികേടാവെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ അത് മുഴുവൻ ഒരു കവറിലാക്കി പെറുക്കിയിട്ട് നല്ലത് നോക്കി കവറിലാക്കി എടുത്തും ചെയ്തു. ബാക്കിയുള്ളത് മുഴുവനും ഉണ്ട് പിന്നെ മുറ്റത്തുനിന്ന് പെറുക്കിയിട്ടും ചെയ്തിട്ടാ. അപ്പോൾ അതിപ്പോൾ എനിക്ക് പണിയായി. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്താക്കലോ അത് കഴുകലോ അതാക്കലോ ഇതാക്കലോ. അപ്പോൾ ഞാൻ പയറും ക്യാരറ്റും കട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് തരാൻ വെച്ചാൽ എനിക്കിഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഏൽപ്പിച്ചാത്തത് ഇന്ന് വൈകുന്നേരം വരെ അതിമ ഇരിക്കും, വേഗം ഇട്ട് ഒഴിഞ്ഞു കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ അതൊന്നും നടക്കില്ല. ഒരു നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ടൈമിലാണെങ്കിൽ അങ്ങനത്തെ പണിയൊക്കെ ഞാൻ ഏൽപ്പിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോക്കെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. കാരണം അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടലുണ്ടാവില്ല, നമ്മളെ പണിയും കാര്യങ്ങളും തീർന്നിട്ടില്ല. അപ്പോൾ ഞാനും ഉമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കണ്ട. അമ്മക്ക് വീണ്ടും ഒരു പേരയ്ക്കും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ മോള് നിൽക്കണ പിന്നെ ജാതിക്കൊക്കെ ഒന്ന് നല്ല കഴുകലും കട്ടാക്കലും ആ ഒരു തിരക്കാണ്. ഞാൻ നിൽക്കണ ഉച്ചക്കത്തേക്കുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ല, അതൊക്കെ എല്ലാവർക്കും അറിയണമല്ല. പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെ ഉമ്മ പേരൊക്കെ കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ. കുഞ്ഞ് പേരൊക്കെയാണ്, ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും കിട്ടാത്തവർക്ക് അങ്ങനെ വീതിച്ച് അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ പിത്തുന്നതിൻ്റെ അടിയിൽ കൂടി മോള് വാങ്ങിക്കാൻ വന്ന് ഇക്കും വേണമെന്ന് അറിഞ്ഞാണ്ട് ഒക്കെ അവിടെ ഉള്ളതുണ്ട്. അത് കൂടാതെ എൻ്റെ ഇത് തട്ടിപ്പറിക്കാനും വേണ്ടി വന്നിക്കാൻ ഞാൻ കൊടുത്തില്ല, ഞാൻ തിന്നിട്ടോ. കാരണം ഓർക്ക് അവിടെ എടുത്ത് വെച്ചിക്കണം. അപ്പോൾ ഏതായാലും പിന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ആ പേരക്ക. അങ്ങനെ ചിക്കനൊക്കെ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനാണ് മസാല പുരട്ടിയിട്ടുണ്ട്, ആവശ്യത്തിനുള്ള നമുക്കാണ് പൊരിച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ എന്താ പണിയത് 3-4 കുരു എടുത്തുകൊണ്ട് കറിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ അധികം പുളിയും കാര്യം വേണ്ടല്ലോ. പിന്നെ തേങ്ങ ഒക്കെ അരച്ചതാ നമ്മൾ അതിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് അതൊക്കെയാണ് ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ പണികൾ അങ്ങനെ 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 നമ്മളാണ് പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. 3 അടുപ്പുള്ളതുകൊണ്ട് ഒരടുപ്പത്ത് ഉപ്പേരി, ഒരടുപ്പത്ത് കറി, ഒരടുപ്പത്ത് ചോറ് അങ്ങനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മളെ പയറുപ്പേരിയൊക്കെ ഇവിടെ വെന്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ വെണ്ടക്ക കറി ഇതൊക്കെയാണ് തേങ്ങ അരച്ചത്, അതും സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസത്തിനുണ്ടാവും കേട്ടോ ഈ ഒരു കറി. അങ്ങനെ അതൊക്കെ സെറ്റാക്കി അടുക്കളക്കൊന്ന് ഒതുക്കിയതിൻ്റെ ശേഷം നമ്മൾ സിറ്റ് ഔട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. തുടക്കാനിപ്പോൾ മടിയാണ് കേട്ടോ. നായ്ക്കൾ കയറിയിരിക്കണ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ കഴുകിയാലും പിന്നെ
അതാണ് ആ ഒരു മോപ്പ് വെച്ച് കഴിഞ്ഞ് ആകൊക്കെ തുടക്കുമ്പോൾ ഒരു മടിയാണ്. അപ്പം ഞാനിപ്പോൾ നായി കയറിയാലും ഇല്ലെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് കയറിയാലും എന്തായാലും അറിയിട്ടാം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് എടുക്കലാണ്ട്. പിന്നെ കുഞ്ഞ് സിറ്റ് ഔട്ടല്ല, വൈപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല, പെട്ടെന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ നല്ല ഒരു വെയിലും വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെ സമയമൊക്കെ ഒരുപാടായതുകൊണ്ട് പിന്നെ സിറ്റ് ഔട്ടത്തെ മുറ്റമൊക്കെ ഇന്നലെ വൈകുന്നേരമൊക്കെ അടിച്ചു വാരി, ഇന്നലെ വൈകുന്നേരം അടിച്ചു വാരിയതാണ്. അപ്പോൾ അതുകൊണ്ട് കച്ചറും കാര്യമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ലോഹർ ബാങ്ക് കൊടുത്തപ്പോൾ ഇതൊക്കെ മോന് പള്ളി നിസ്കരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്താ ഇപ്പോൾ പറ്റുന്നത്, വെള്ളിയാഴ്ച ഒന്നുമല്ലല്ലോ, എന്ത് പറ്റി, ചിലപ്പോൾ മറ്റത് ഞാൻ നിസ്കരിക്കാൻ വെക്കോ പോണില്ലേ പറഞ്ഞ് ആട്ടി വിടണം, എന്നാലേ പോയി കിട്ടുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ചങ്ങായിമാരെല്ലാവരും കൂടി ഗ്യാങ് കൂടി പോയപ്പോൾ കുളിക്കാൻ പറയണ്ട, മാറ്റാൻ പറയണ്ട, നിസ്കരിച്ചാൻ പോകാൻ പറയണ്ട, എന്താ ഉഷാറെന്നറിയാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതിപ്പോൾ എന്ത് പറ്റി, പിന്നെയാണ് സൈക്കിളായിട്ട് എല്ലാവരും കൂടി വന്നപ്പോൾ അത് ശരി ഇതാണല്ലേ സംഭവം എന്നൊക്കെ ചങ്ങായിമാരെ കൂടുതൽ അത് സൈക്കിൾ മേലൊക്കെ ഇങ്ങനെ ചില്ലടിച്ച് പോകുമ്പോൾ രസമല്ലേ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി നിസ്കരിക്കാനാണ് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആ സിറ്റ് ഔട്ടൊക്കെ ഒന്നാണ് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം പിന്നെ നല്ല കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ വന്നിട്ടുള്ള കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് 1 മണിക്കാണ് അപ്പോൾ പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ചിക്കന് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മളിതാ ചിക്കനും കൂടി ഒന്ന് പൊരിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പണിയൊക്കെ പിന്നെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം തുടങ്ങിയിട്ടുള്ളത്. ചിക്കനൊക്കെ ഒന്ന് മസാല പിടിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വേണം. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ച് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ കൊടുന്ന ചിക്കന് മുഴുവനും നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ പൊരിക്കാനുള്ള ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കേണ്ടത്. മക്കളെ സ്കൂൾ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സാണ്, കിട്ടിയത് എടുത്തുകൊണ്ട് ഞാൻ വേഗം അതിലാക്കിയിട്ടാണ്ട് ഫ്രീസർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏതായാലും അടുത്ത ദിവസം സ്കൂളുള്ള ദിവസമല്ല, അപ്പോൾ ഏതായാലും അപ്പോൾ പൊരിക്കുമ്പോൾ ടിഫിൻ ബോക്സും കിട്ടുമല്ലോ. ഇപ്പോൾ ഏതായാലും സ്കൂളും കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അതവിടെ ചിക്കൻ ഇവിടെ പൊരിക്കാത്ത ടൈമിൽ നമ്മൾ ഒന്ന് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ രാവിലെ അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഏതായാലും പിന്നെ തിരുമ്പണ്ട വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്ന്, കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് അയലുമ്മൽ ഇടാനാണെങ്കിൽ ഇത് ഇന്നലെയും 2 ദിവസം മുന്നേ മാറ്റാൻ വിചാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് അയലുമ്മ ഇടാനും ആണല്ലോ സ്ഥലം. ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോൾ 2 റൂമത്തെ ബെഡ്ഷീറ്റും കൂടി മാറ്റി നമുക്ക് കുറേ സ്ഥലവും വേണം അയലുമ്മൽ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ ബെഡിൻ്റെ കവറും കൂടെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കവറ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറൊരു മോഡലാണ് ഇത് സാധാ ബെഡ്ഷീറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നാകെ ഞാൻ 2 ബെഡ്ഷീറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ബെഡ് കവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഇതാകുമ്പോൾ എളുപ്പത്തിലാണ്ട് വിരിച്ചെടുക്കല്ല വിചാരിച്ചിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് തന്നെ വിരിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ വേറെ ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്, മറ്റേത് ഇടാനുള്ള മടി കൊണ്ട്. അപ്പോൾ ഏതായാലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കന് പൊരിക്കാനും വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെയിലും വെളിച്ചമൊക്കെ വന്നപ്പോൾ ഞാൻ ഏതായാലും ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ അറിയില്ല കേട്ടോ, ഒരു 2 മണി ഇപ്പം സമയം ഒരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഒരു കുറച്ച് നേരം ഒരു വെയിൽ കിട്ടിയാൽ മതി. ഇതൊക്കെ നമ്മൾ തലേന്ന് കഴുകിയിട്ട ഡ്രസ്സുകളാണ്. അപ്പോൾ കുഞ്ഞൊരു വെയിലും കൂടി കിട്ടിയാൽ നമുക്ക് ഇതൊക്കെ കണ്ട് മടക്കി എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒന്നും കൊണ്ട് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ നല്ലൊരു വെയിൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഷീറ്റല്ല ചൂടായിക്കാണ്ട് വേഗം ഉണങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഏതായാലും വാഷിംഗ് മെഷീൻ ഇപ്പം നല്ല പിന്നെ ഒരു വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും തിരുമ്പി കയ്യോളം ഒന്ന് അയലുമ്മ നിന്നോട്ടെ വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തിരുമ്പൽ കഴിഞ്ഞ് റെഡി ആയി വരുന്ന നേരത്ത് അയലുമ്മൽ ഉള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇതരേ മഴ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തിന് ഇങ്ങോട്ട് ഇതൊക്കെ വെയിൽ കണ്ടില്ലേ, നമ്മൾ ഓപ്പൺ ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെയിൽ വരും. അപ്പോൾ ഈ ഒരു വെയിലിൻ്റെ ചൂട് തട്ടിയിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഉണക്കി ഇടണതല്ലേ. അങ്ങനെ അതൊക്കെ വിരിച്ച് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാനൊക്കെ ഇട്ട് വന്നതിന് ശേഷം അതൊക്കെ നമ്മൾ ചോറൊക്കെ വിളമ്പി എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ പപ്പടവും പിന്നെ വെണ്ടക്ക കറിയും ചിക്കൻ പൊരിച്ചതും പയറും ക്യാരറ്റും കൂടെയുള്ള ഉപ്പേരും ഇതൊക്കെ തന്നെ ധാരാളമാണ് അല്ലേ. പിന്നെ ആണെങ്കിൽ പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അച്ചാർ എടുക്കാൻ മറന്നു പോയി എന്താ ചെയ്യണ്.
അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചൻ്റെ ശേഷം ഫുൾ ഫ്രീ ആണ് കേട്ടോ. പിന്നെ വൈകുന്നേരം വരെ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ മുറ്റടിച്ച് വരലും കാര്യങ്ങളൊന്നും രാവിലെ മഴ ആയതുകൊണ്ട് നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ കച്ചറും കാര്യം ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം അടിച്ച് ചെയ്തായിരുന്നു തലേന്ന്, അതുകൊണ്ട് കച്ചറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും നല്ലൊരു പിന്നെ വെയിലും വെളിച്ചിട്ട് ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 5:30 ആയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഒലർച്ച കണ്ടപ്പോഴേ മഴ പിന്നെ പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ തെങ്ങിൻ താഴത്തിൽ ടേട്ടിൽ വൈൻ നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അന്നാകെ പുല്ലും ടേട്ടിൽ വൈനും കൂടെ ആയിരുന്നു. അപ്പോൾ അത് പറിച്ച് കുറച്ചൊക്കെ ഒന്ന് എടുത്തിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ അധികം പറിക്കാൻ വയ്യ, വള്ളിപ്പുല്ലൊക്കെ ആകുമ്പോൾ ടേട്ടിൽ വൈന് കേട് വരികയാണ്. എന്നാലും പറ്റുന്ന വിധത്തിലൊക്കെ പുല്ലൊക്കെ പറിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും ഫ്രണ്ടത്തെ മുറ്റടിച്ചു വാരൽ നടക്കും, അപ്പോഴേക്കും മഴ വരും, ബാക്ക് ഭാഗവും സൈഡ് ഭാഗമൊക്കെ അടിക്കാൻ പറ്റാതാവും കേട്ടോ. അപ്പോൾ ഇവിടെ അടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട്. അടിച്ച് നമ്മൾ പിന്നെ ആഴ്ചയിൽ ഒരു 2 ദിവസം അടിച്ച് തരാതെ എന്നാൽ തന്നെ ഇതൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചിലവരൊക്കെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് അത്തക്ക് മുറ്റത്ത് പുല്ലൊന്നും വരലില്ലേ, എന്താണ് അതിന് വരാത്ത കാരണം, എന്താണ് അതിൻ്റെ പരിഹാരം എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, പുല്ലൊക്കെ വരും കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്ക് പറിച്ച് കൊടുക്കും. പിന്നെ ആ വള്ളിപ്പുല്ല് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള പുല്ലും കാര്യങ്ങളൊന്നുമില്ല, പൂതിക്ക് പറിച്ചാൽ തന്നെയുള്ള പുല്ലാണ്. ഇതിപ്പോൾ ചൊറിയണ സൈസ് ഒരു സംഭവമാണ്, ഇതിനെന്താ പേര് പറയാൻ നിൽക്കാറിയില്ല. അപ്പോൾ നല്ല ചൊറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസം അടിച്ചു വരാതായപ്പോഴത്തേന് പുല്ല് പൊന്തി വന്നത്. അപ്പോൾ ഇങ്ങനത്തെ പുല്ലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുറ്റത്തുണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടിച്ചു വരുന്ന കൂട്ടത്തിൽ അങ്ങനെ പറിച്ചെടുക്കും. ഈ ഒരു സൈഡ് നമ്മൾ നല്ല ഉഷാറാക്കി തന്നെയാണ് പറിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെനക്കെട്ടിട്ട് തന്നെ ഒന്ന് നല്ല വൃത്തിക്കും വെടുപ്പിലും നിന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഫ്രണ്ട് ഭാഗം അടിച്ചു വരാൻ നിന്നില്ല കേട്ടോ, ഇന്ന് ഫുള്ള് ബാക്ക് ഭാഗമാണ് അടിച്ചു വരാൻ നിൽക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ കിട്ടിയതുകൊണ്ട് കുറച്ചൊക്കെ കണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഇൻ്റർലോക്ക് ചെയ്ത ഭാഗമാകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് മഴ നിന്നാൽ വേഗം ഉണങ്ങി കിട്ടും. പക്ഷേ ബാക്ക് ഭാഗം മണ്ണുള്ള ഭാഗമാകുമ്പോൾ ഉണങ്ങി കിട്ടാൻ പണിയാണ് കേട്ടോ. പിന്നെയും ചേരലുള്ള ഭാഗത്ത് പിന്നെയും ഉണങ്ങി കിട്ടും, ബാക്ക് ഭാഗത്ത് ചേരലൊക്കെ പോയിട്ട് മണ്ണായിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ അടിച്ച് വാരുന്നത് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഏറ്റവും അടിച്ചു വാരാൻ റിസ്ക് ഉള്ളൊരു ഏരിയ ഉണ്ട് നമ്മളെ ജാതിക്ക മരമുള്ള ഈ ഒരു സൈഡ്. അപ്പോൾ ജാതിക്കൻ്റെ ഇല അറിയില്ല, കുഞ്ഞു കുഞ്ഞു ഇലയുടെ അതാണെങ്കിൽ ചിരലിക്കാണ് വീണ് പോണതും. അപ്പോൾ പിന്നെ അടിച്ചു വരാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഇതന്നെ ഒന്ന് മോള് രാവിലെ ആ ഒരു പിന്നെ ജാതിക്കൻ്റെ തോട് മുഴുവൻ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചവിട്ടണ ആ ഒരു ഭാഗത്തൊക്കെ കുറേ പഴുത്ത് അലിഞ്ഞുകാണ്ട് കുറേ ഇരപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മോള് നുള്ളി പെറുക്കിയിട്ടതുകൊണ്ട് ഇലയും കാര്യങ്ങളും മാത്രം ഇട്ട് അടിച്ചു വരാൻ. മറ്റത് തോടാകുമ്പോൾ അടിച്ചു വരാൻ നീങ്ങുലാകെ ഭ്രാന്ത് പിടിക്കും, എനിക്കതങ്ങ് പെറുക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ അത് ഏതായാലും എടുത്തിട്ടതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ ഇതാ അടിച്ചു വാരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ എന്താ മെനക്കെട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗം നമ്മൾ അടിച്ചു വാരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു വരുന്ന കൊടുത്തിലാണ് പറിച്ചിട്ടുണ്ട്. ഡീപ്പായിട്ട് പറിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഒരുപാട് ടൈമാവും. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഡെയിലി അടിച്ചു തന്നെ കൊടുത്തിൽ അങ്ങനെ പറിച്ചെടുത്താൽ അതാണ് മുഴുവനായി കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് രാത്രിയാണ്. രാത്രി ഇപ്പോൾ ഒന്ന് ഉപ്പുമാവാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികളെ വായനയും കാര്യങ്ങളും എല്ലാം കൂടിയൊക്കെ ആയിട്ടായിരുന്നു പിന്നെ രാത്രിക്കത്തെ വിശേഷവും കാര്യങ്ങളും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.